അതിന് നമുക്ക് പിച്ചിങ്ങിലേക്ക് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ് ശരിക്ക് നമുക്ക് പറ്റിയ ഫീൽഡിലുള്ള ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ കണ്ടെത്താം? അവർ റിസർച്ച് നടത്തണം. സോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും എല്ലാ സ്റ്റാർട്ടപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവരല്ല, ചെയ്യൂല. അവർക്ക് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീസിസ് ഉണ്ടാവും, അത് മനസ്സിലാക്കണം. ചിലർ ടെക്നോളജി കമ്പനികളിലായിരിക്കും, ചിലർ അഗ്രികൾച്ചർ ഫോക്കസ്ഡ് ആയിട്ടുള്ള താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ മേഖലകളിലുള്ളവരുണ്ടാവും. ജോഗ്രഫി ഡിഫൈൻ ചെയ്യുന്നവരുണ്ടാവും. ചിലർ പറയും ഞാൻ കേരളത്തിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യൂ, ചിലർ പറയും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ചിലർ പറയും ഞാൻ കൊച്ചിയിൽ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ മലബാറിൽ, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ പല തീസിസ് ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരെ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 4-5 ഏഞ്ചൽ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീസിസ് അവർ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത പാറ്റേൺ വെച്ചിട്ട് പഠിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കുറച്ച് റിസർച്ച് നടത്തണം. അല്ല, ഏത് കാലഘട്ടത്തിലും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുക, പ്രോബ്ലം അതാത് കാലഘട്ടങ്ങളിലെ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുകയും അതിനെ ഒരു മോണിറ്ററി റിട്ടേണായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ. അത് വിവിധ മേഖലകളുണ്ട്. റീറ്റെയിൽ മുതൽ B2B വിവിധ മേഖലകളിൽ ഇതിനെല്ലാം ഓപ്പർച്യൂണിറ്റികളുണ്ട്. അവിടെ നമ്മൾ പിന്നെ രണ്ടാമത് നോക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്താണോ ഇവർ ബിൽഡ് ചെയ്യുന്നത്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാര്യം ടെക്നോളജിയുടെ യൂസ് ഏറ്റവും നല്ല രീതിയിലുണ്ടെങ്കിൽ സ്കെയിൽ ചെയ്യാൻ ഉള്ള അല്ലെങ്കിൽ ആ ഗ്രോത്തിൻ്റെ പോക്ക് കൂടുതലാവാനാണ് സാധ്യത. അപ്പം ടെക്നോളജി യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ ആയിരിക്കണം. ഇതുമാതിരി എല്ലാ സ്റ്റാർട്ടപ്പുകളിലും AI എന്ന് പറയുന്നത് ഒരു കോമൺ തീമായി മാറുക. അതില്ലാതെ ഒന്നും ഉണ്ടാവില്ല.